ശിരൂരിൽ കാണാതായ മലയാളി അർജുനായുള്ള ഇന്നത്തെ തെരച്ചിൽ നിർത്തി. അർജുൻ ഓടിച്ച ലോറിയുടെ ഹൈഡ്രോളിക് ജാക്കി പുഴയിൽ നിന്നും കണ്ടെത്തി. ഗംഗാവലി പുഴയിലെ അടിയൊഴുക്ക് കുറഞ്ഞുവെന്നും ലോറി കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷയെന്നും മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപേ പറഞ്ഞു. നാളെ രാവിലെ 8 മണിക്ക് തെരച്ചിൽ പുനരാരംഭിക്കും. വിവരങ്ങളുമായി ആനന്ദ് പുതൂർ ചേരുകയാണ്. ആനന്ദ്, ഇന്നത്തെ തെരച്ചിലാണ് അവസാനിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ നിർണായകമായ ചില കണ്ടെത്തലുകൾ മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപേ നടത്തിയിരുന്നു. ഒപ്പം നാളെ രാവിലെ തന്നെ ഈ തെരച്ചിൽ പുനരാരംഭിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തീർച്ചയായും KP, ഇന്ന് രാവിലെ മുതൽ തന്നെ തിരച്ചിൽ ആരംഭിക്കും എന്നാണ് കർണാടക ഭരണകൂടം അറിയിച്ചിരുന്നത് എന്നാണ് അല്പസമയം മുമ്പ് അർജുന്റെ കുടുംബം മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത്. അതായത് ഈ രാവിലെ മുതൽ തന്നെ നേവി അടക്കമുള്ള സംഘടനകൾ വെച്ചുകൊണ്ടുള്ള തെരച്ചിൽ ആരംഭിക്കുമെന്ന് നാളെ മുതൽ തെരച്ചിൽ ആരംഭിക്കുമെന്നാണ് ഈ ഭരണകൂടം കുടുംബത്തെ അറിയിച്ചിരുന്നെങ്കിലും ഈ കാർവാർ MLA സതീഷ് സെയിൽ ഇടപെട്ടുകൊണ്ട് ഇന്നു മുതൽ തന്നെ തിരച്ചിൽ ആരംഭിച്ചു എന്നാണ് കുടുംബം അല്പസമയം മുമ്പ് മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത്. ഈ ഈശ്വർ മാൽപേ അടക്കമുള്ള സംഘമാണ് ഏതാണ്ട് 4 മണിയോട് കൂടി തന്നെ പുഴയിൽ ഇറങ്ങിക്കൊണ്ടുള്ള തിരച്ചിൽ തുടങ്ങിയത്. ഈ തിരച്ചിലിന്റെ തുടക്കത്തിൽ തന്നെ, അതായത് ഏതാണ്ട് ആദ്യ അരമണിക്കൂറിനകം തന്നെ നിർണായകമായിട്ടുള്ള സൂചനകൾ ലഭിച്ചു. അതായത് ഒരു ഹൈഡ്രോളിക് ജാക്കി ലഭിച്ചിരിക്കുന്നു ലോറിയുടെ. പക്ഷെ ഇത് അർജുന്റെ ലോറിയുടെ തന്നെയാണോ എന്നുള്ള കാര്യത്തിൽ കൂടുതൽ സ്ഥിരീകരണങ്ങൾ വരേണ്ടതുണ്ട്. ശാസ്ത്രീയമായി അത് തെളിയിക്കേണ്ടതുണ്ട്. കാരണം ഈ ലോറി ഉടമ മനാഫ് ആദ്യഘട്ടത്തിൽ ഇത് തന്റെ ലോറിയുടെയാണെന്ന് ഉറപ്പ് പറയുന്നുണ്ടെങ്കിലും ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ സ്ഥിരീകരണങ്ങൾ വരുത്തേണ്ടതുണ്ട്. അപ്പോൾ മാത്രമാണ് നമ്മൾ ആ ലോറി, അതായത് അർജുന്റെ ലോറിയുടേതാണോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് പൂർണ്ണമായും ഉറപ്പ് പറയാൻ പറ്റൂ. മാത്രമല്ല, മറ്റൊരു ടാങ്കർ ലോറിയുടെ ഒരു ഇരുമ്പ് അവശിഷ്ടവും ലഭിച്ചിട്ടുണ്ട്. ഏതായാലും പ്രദേശത്ത് അപ്പോൾ ലോറി ഉണ്ടായിരുന്നതായിട്ടുള്ള കാര്യത്തിൽ ഇപ്പോൾ ഏതാണ്ട് 100% ഉറപ്പ് വന്നിരിക്കുന്നു. ഇനി ആ ലോറിയുടെ കൃത്യത, അതായത് സ്ഥാനം നിർണ്ണയിക്കേണ്ട ഘട്ടം തന്നെയാണുള്ളത്. കുടുംബം അറിയിച്ചത് നാളെ മുതൽ തന്നെ നേവിയുടെയും ഈശ്വർ മാൽപേയും അടക്കമുള്ള ആളുകളുടെ സംഘം രാവിലെ മുതൽ തന്നെ തിരച്ചിൽ തുടങ്ങുമെന്ന് അവർക്ക് ഔദ്യോഗികമായിട്ടുള്ള വിവരം ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട് എന്നാണ്. ഈ തിരച്ചിലിൽ പ്രതീക്ഷയുണ്ടെന്നാണ് കുടുംബം അല്പസമയം മുമ്പ് അർജുന്റെ സഹോദരി അഞ്ജു അടക്കം മാധ്യമങ്ങളോട് പറഞ്ഞത്. എന്തായാലും നാളെ രാവിലെ 8 മണി മുതൽ തന്നെ തിരച്ചിൽ ആരംഭിക്കും. ഈ ആദ്യഘട്ടത്തിൽ ഈ ലോറിയുടെ സ്ഥാനം നിർണ്ണയിക്കുക തന്നെയായിരിക്കും പ്രാമുഖ്യം കൊടുക്കുക. പ്രത്യേകിച്ച് ഈ റഡാർ അടക്കമുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള തെരച്ചിൽ തന്നെയായിരിക്കും തുടക്കത്തിൽ ഉണ്ടാവുക. പിന്നീട് ഈ ലോറിയുടെ സ്ഥാനം കൃത്യമായി നിർണ്ണയിച്ചതിന് ശേഷമായിരിക്കും മുങ്ങിക്കൊണ്ടുള്ള തിരച്ചിൽ ആരംഭിക്കുക. ഈ തിരച്ചിലിൽ ഈശ്വർ മാൽപേ അടക്കമുള്ള സംഘം ഉണ്ടാകും, നേവിയുടെ സംഘമുണ്ടാകും, SDRFന്റെയും NDRFന്റെയും അഗ്നിശമന സംഘങ്ങളെല്ലാം തന്നെ ആ പ്രദേശത്ത് ഉണ്ട് എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സംയുക്തമായിട്ടുള്ള തിരച്ചിൽ തന്നെയായിരിക്കും നാളെ ആരംഭിക്കുക. പ്രധാനപ്പെട്ട വിഷയം ഡ്രഡ്ജർ മെഷീനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില അവ്യക്തതകൾ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് ഡ്രഡ്ജർ മെഷീൻ കേരളം എത്തിക്കണമെന്നാണ് കർണാടകയുടെ ആവശ്യം. തൃശ്ശൂരിൽ നിന്ന് മെഷീൻ കൊണ്ടുവരുമെന്ന് നേരത്തെ പറഞ്ഞിരുന്നെങ്കിലും പക്ഷേ ഈ ടെക്നിക്കൽ സംഘം അവിടെ എത്തുകയും ആ സമയത്തെ പുഴയുടെ കുത്തൊഴുക്ക് അതിനനുകൂലമല്ല എന്ന് അറിയിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ കർണാടക അത് വീണ്ടും ആവശ്യപ്പെടുന്നുണ്ട്. എത്രയും പെട്ടെന്ന് അത് എത്തിക്കണമെന്നുള്ളൊരു ആവശ്യം കർണാടക കേരള സംസ്ഥാനത്തിന് മുന്നിൽ ഇപ്പോൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എന്തായാലും നാളെ രാവിലെയോട് കൂടി തന്നെ തിരച്ചിൽ പൂർവാധികം ഊർജ്ജത്തോടെ തന്നെ ആരംഭിക്കും എന്നാണ് നമുക്കറിയാൻ വേണ്ടി സാധിക്കുന്നത്. ശരി, ആനന്ദ് പുതൂരാണ് വിവരങ്ങൾ നൽകിയത്.